ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതെയാക്കിയ ആ ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളി, ആ കുറ്റവാളി എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടി എന്നുള്ളതിൻ്റെ ഒരു സംഭവം ഇപ്പോഴും ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല. ഇപ്പം ഇന്ന് അവിടെ ഭയങ്കരമായ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ആർക്കും അതൊരു പിടുത്തം കിട്ടിയില്ല. എങ്ങനെയാണ് ഇത്രയും ഹൈറ്റിലുള്ളൊരു മതിൽ എങ്ങനെയാണ് ആ തുണിയൊക്കെ കെട്ടിയിട്ട് ചാടുക എന്നുള്ളതും ആ ഡ്രമ്മുകളൊക്കെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ ചാടി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. ആരും എന്താ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്നാണ് എനിക്ക് അറിയാത്തത്. കാരണം ഇങ്ങനത്തെ ഒരു കുറ്റവാളിനെ എന്തിനാണ് ഇങ്ങനെ തീറ്റിപ്പോറ്റി വെക്കുന്നത്? എന്തിനാണ് അവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ വിയൂർ സെൻട്രൽ ജയിലിൽ പോയപ്പോൾ അവന് മട്ടൻ കറിയാണ് അത്ര അവിടെ. എന്തിനാ അതൊക്കെ? എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? ഇവിടെ സാധാരണപ്പെട്ട ജീവിക്കുന്ന വന്നെന്ന് പണിയെടുക്കുന്ന ആൾക്കാർക്ക് പോലും മട്ടൻ കറി കഴിച്ചിട്ട് കാലങ്ങളും കൊല്ലങ്ങളും ആയിട്ടുണ്ടാവും. അവർക്ക് പോലും മട്ടൻ കറി ഇല്ല, ഒന്നുമില്ല. ഈ ഓരോരുത്തരെ കൊന്നിട്ടും പിടിച്ചു പറിച്ചിട്ടുമായിട്ട് അവിടെ ചെന്ന ആളുകൾക്ക് നല്ല ആഴ്ചയിൽ ചപ്പാത്തി, മട്ടൻ കറി, ബീഫ്, പോത്ത്, അങ്ങനെയുള്ള എന്തെല്ലാം പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു മട്ടൻ കറിയൊക്കെ കൂട്ടിയ കാലം മറന്ന ആളുകളുണ്ടാവും. ഇപ്പം ഇന്ന് നമ്മുടെ കേരളത്തിൽ എത്രയും പാവപ്പെട്ട ജനങ്ങൾ. അവർക്കൊരു നേരം എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പുണ്യെങ്കിലും കിട്ടും. ഈ വക മറ്റേ മക്കളെയൊക്കെ തീറ്റിപ്പോറ്റുന്ന ആളുകളെ എന്തിനാ അങ്ങനെയൊക്കെ? അവിടെ ഇന്നലെ ചെന്നപ്പോൾ മട്ടൻ കറി യാത്രേ. അപ്പോൾ അവന് മട്ടൻ കറി കൊടുക്കണ്ട, അവൻ്റെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി എന്നുള്ള സംഭവങ്ങളൊക്കെ. അവനിനി അവിടെ കിട്ടാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൻ പറയുന്ന കണ്ണൂർ ജയിലിലെ എല്ലാം സുലഭമാണെന്ന്. അപ്പോൾ അവനിനി എല്ലാം ഇവിടെ ഇതുപോലെ കിട്ടും. അപ്പോൾ എന്തിനാണ് ആരാണ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ? എന്താണ് ഇതിൻ്റെയൊക്കെ സംഭവങ്ങൾ? ഒന്ന് പറഞ്ഞു തരുമോ? ഈ വക ഫുഡൊക്കെ കൊടുത്ത് എന്തിനാണ് ഈ തീറ്റിപ്പോറ്റുന്നത് ഈ വക ആളുകളെ? അതിൽ നിരപരാധിയായ ആളുകളും കുറേ കിടക്കുന്നുണ്ടായിരിക്കാം. എന്തിനാണ് അവരെയൊക്കെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇടുന്നത്? കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക, അതാണ് നിയമം. അത് ചെയ്യുക. ഈ തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് എന്ത് കാര്യം? എത്രയോ പാവപ്പെട്ട ആളുകൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കിട്ടാതെ നടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മട്ടനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ആഴ്ചയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു നിയമം കൂടി ഉണ്ടാക്കിക്കൂടെ? ഈ കൊടും കുറ്റവാളി ഇതുപോലെയൊക്കെ ചെയ്ത ആളുകളെയൊക്കെ എന്തിനാ തീറ്റിപ്പോറ്റുന്നത്? അറിയാണ്ട് ചോദിക്കുക. എന്തായാലും ഇതിനൊരു ഉത്തരം കാണും നിങ്ങൾ.